ഹേ യൂട്യൂബ്. സോ തമിഴ്നയിൽ കണ്ടതുപോലെ തന്നെ എല്ലാവരും ഒരു സിറ്റുവേഷൻ വരുമ്പം വട്ടം കറക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലൈക്ക് ആഫ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. സോ ഇവിടെ നമുക്ക് എന്താ പറയുക, പല രീതിയിൽ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് നോക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു PG ഡിപ്ലോമ കോഴ്സസ് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ലൈക്ക് HR പോലുള്ള കോഴ്സുകൾ എടുത്തിട്ട് ജോലിക്ക് കയറാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിഗ്രി വെച്ചിട്ട് തന്നെയുള്ള ബേസിക് ജോലികളിലേക്ക് കയറാം, ലൈക്ക് സെയിൽസിൽ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കയറാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ജോബ് റിലേറ്റഡ് എക്സാംസ് ആണ്, ലൈക്ക് PSC UPSC പോലുള്ള എക്സാംസ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഹയർ സ്റ്റഡീസിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഡിഗ്രി പഠിച്ച് പാസ്സാവുന്നേക്കാളും കുറച്ചും കൂടി ടഫാണ് ഒരു PG അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത്. സോ അത് നമ്മുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാവണം. പിന്നെ നമ്മളൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാണ് മാസ്റ്റേഴ്സ് എടുത്തത്, ലൈക്ക് ചിലർക്കെങ്കിലും തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും. ലൈക്ക് നമ്മൾ ഈ എടുത്ത ഡിഗ്രി എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കൊരു തോട്ട് വരും, ലൈക്ക് ഞാൻ എന്തിനാണ് ഡിഗ്രി എടുത്തതെന്നൊരു തോട്ട് വരും. ആ ഒരു തോട്ട് ഇപ്പോൾ വരുന്നേക്കാളും കുറച്ചും കൂടെ ഹൈ ലെവലിലായിരിക്കും വരുന്നത്. നമുക്ക് താല്പര്യമില്ലാത്തൊരു ഡിഗ്രി ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ കൊണ്ടൊരു മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇത് വരും. കാരണം നമ്മുടെ ഏജ് കൂടി വരും, അതുപോലെ 2 വർഷം നമ്മൾ പിന്നെയും ഇതിനോട് സ്പെൻഡ് ചെയ്യാണ്, അങ്ങനെ വരും. സോ നമ്മളൊരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ട് തന്നെ എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, നമ്മൾ എന്തിനാണ് ഈ കോഴ്സ് എടുക്കുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG ഡിപ്ലോമ കോഴ്സസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് ലൈക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സസുകൾ, ലൈക്ക് HR പോലെയുള്ള കോഴ്സസിൻ്റെ എടുത്തിട്ട് നമ്മൾ ആ എക്സാംസ് പാസ്സായിട്ട് ജോലിയിൽ കയറുന്നത്. അത് ശരിക്കും പറഞ്ഞ് എടുക്കുന്നത് അവരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. ലൈക്ക് നമുക്കിങ്ങനെ HR പൊസിഷനിലേക്ക് ഇരിക്കണം, അല്ലെങ്കിൽ അതുപോലെയുള്ള റിലേറ്റ് ചെയ്ത കോഴ്സുകൾ എടുക്കുന്നത് ശരിക്കും പേഴ്സണൽ നീഡ്സിനെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആഗ്രഹം നമുക്ക് ഇന്നതാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കോഴ്സസ് എടുക്കാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ജോബിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ജോബിലേക്ക് നോക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് ജോലികൾ കിട്ടും, പക്ഷേ നല്ലൊരു കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അതുപോലെ കൂടുതൽ ജോലികളും ടാർഗറ്റഡാണ്. ലൈക്ക് ഒരു കമ്പനിക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയുള്ള സമയം. ലൈക്ക് അത്രയും വൈഡായിട്ട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി നിൽക്കുന്നൊരു സമയമാണ് ഇപ്പം. അപ്പോൾ അവർക്ക് ഒരാൾ പോയാൽ അടുത്ത ആളെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അങ്ങനെയുള്ള ജോലിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, കുറച്ച് എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ ജോലിയും ടാർഗറ്റഡ് ആയിരിക്കും. ഇന്ന ടാർഗറ്റ് നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ജോലി പോകും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് പോലുള്ള ജോലികൾ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് സാലറി സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ബിലോ 10,000 ഒക്കെ ആയിരിക്കും. വളരെ ചുരുക്കം ചില കമ്പനീസിലാണ് 10,000 മുകളിലേക്കുള്ള സാലറി ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഒരു വൈഡ് സമയം തന്നെ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ടിയും വരും. സോ ഞാൻ ഒരിക്കലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു ജോബിലേക്ക് പോകണമെന്ന് പറയത്തില്ല. പക്ഷേ അത് കംപ്ലീറ്റ്ലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ലൈക്ക് നമ്മുടെ ഫാമിലി ഫിനാൻഷ്യൽ എങ്ങനെയാണെങ്കിലോ അതിൻ്റെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, നമ്മുടെ ഫാമിലി സ്റ്റേബിളാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് രീതിക്കും ഈ പറയുന്ന മാസ്റ്റേഴ്സോ ഏത് രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിനെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം രീതികൾ വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാം റിലേറ്റ് ചെയ്തിട്ടിരിക്കും. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് PSC UPSC എക്സാംസാണ്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്കിപ്പം എനിക്ക് ഇന്നതാവണം, എനിക്ക് ആയാൽ മതി എന്ന് നിങ്ങൾക്കൊരു ഉറച്ചൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ UPSC PSC ഒന്നും നോക്കണം ഞാൻ പറയത്തില്ല. അല്ല, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും കുറച്ച് നല്ല സാലറി ഉള്ള ജോലി വേണം, കുറച്ച് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് PSC എക്സാംസ് എഴുതാൻ ഇഷ്ടം അല്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ പറയും ജസ്റ്റ് പോയി ഒന്ന് ട്രൈ ഓൺ ചെയ്യാമെന്നുള്ള കാര്യം. കാരണം PSC എക്സാംസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതാതിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പം അതിന് മനസ്സിലാവുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് PSC എക്സാംസും. നമ്മൾ പോയി 1-2 തവണ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് PSC എക്സാംസ് അല്ലെങ്കിൽ ഇതാണ് UPSC എക്സാംസ് എന്ന് മനസ്സിലാവും. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ലൈക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ലൈക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് അതെല്ലാം ഈസി ആയിട്ട് ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഭാഗം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടാകും. ലൈക്ക് എക്സാം കഴിഞ്ഞിറങ്ങി നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് നമുക്ക് ഫുൾ മാർക്കായിരിക്കും. അതുപോലെ മാത്സ് പഠിച്ചിറങ്ങിയ ആൾക്ക് ഇതുപോലെ തന്നെയായിരിക്കും.
മാത്സിൻ്റെ സൈഡ് അയാൾ ഫുള്ളായിരിക്കും. സോ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടിയിട്ട് ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു 50% ആളുകൾ, എല്ലാവരും ഞാൻ പറയത്തില്ല, ഒരു 50% ആളുകൾക്കും ഇതിനോട് താല്പര്യം വരും, ലൈക്ക് എഴുതണം എന്ന് തോന്നും. അപ്പോൾ അവരെ എന്താ പറയുക, അവരുടെ ഫ്രീ ടൈമിൽ ഇത് നോക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളൊരു കുറേ എക്സാംസ് എഴുതി കഴിയുമ്പം എന്താണെങ്കിലും നമ്മൾ ലിസ്റ്റിൽ വരും. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതെന്താണ് എല്ലാത്തിനും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, പക്ഷേ ലിസ്റ്റിൽ വരും. പിന്നെ നമുക്ക് ഇതല്ലാതെ പിന്നെ നോക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം കോഴ്സസാണ്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ എത്തിക്കൽ ഹാക്കിങ്, മെഡിക്കൽ കോഡിങ്, അങ്ങനെയുള്ള കുറേ കോഴ്സസ് ഉണ്ട് നമുക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഷോർട്ട് ടൈം കോഴ്സസ് ലൈക്ക് ഒരു 2020 തൊട്ടിട്ട് ഒരുപാട് കോഴ്സസ് വന്നിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ അത് എങ്ങനെ ചൂസ് ചെയ്യണം, ലൈക്ക് നമ്മൾ പഠിച്ച ഇപ്പം ഇത് കാണുന്ന ഓരോരുത്തരും പഠിച്ചത് പല ഡിഗ്രീസ് ആയിരിക്കും. ലൈക്ക് ചിലർ ലിറ്ററേച്ചർ ആയിരിക്കും, ചിലർ BCom ആയിരിക്കും, അങ്ങനെ പല ഡിഗ്രി പഠിച്ചു വരുന്നവരായിരിക്കും. സോ അവർക്കെല്ലാം ഏത് തരം കോഴ്സസ് ചൂസ് ചെയ്യണം, അതുപോലെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് എങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ജോലി സാധ്യതകൾ, ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു വാല്യൂ, എങ്ങനെ വേണ്ട ഒരുപാട് ടോപ്പിക് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നു പറയുന്നത് വലിയ വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സംശയം, നിങ്ങൾക്ക് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ എപ്പോഴും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് അറിയാവുന്ന ഏതെങ്കിലും രീതിയിൽ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ വരുന്ന ഏതെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോസിൽ കാണുന്നതിൽ 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ നിങ്ങളെ കൊണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്